ഉദ്ദേശം 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട പള്ളിയാണിത്. യമനിൽ നിന്നും മലബാറിലെത്തിയ ആദ്യ ഹദറമി സയ്യിദ് എന്ന ഖ്യാതി നേടിയിട്ടുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് ബിൻ ഹാമിദ് എന്ന വലിയ സീതിക്കോയത്തങ്ങളാണ് ഈ പള്ളി സ്ഥാപിച്ചത്. കൊയിലാണ്ടി കടൽ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കൊയിലാണ്ടി വലിയകത്ത് ജുമാ മസ്ജിദ് എന്നാണ് ഇതറിയപ്പെടുന്നത്. മഹാനായ ഖദർ അലൈഹിസ്സലാം വലിയ സീതിക്കോയത്തങ്ങളെ സന്ദർശിക്കാനായി ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്നാണ് പഴമക്കാർ സ്മരിക്കുന്നത്. യമനിൽ നിന്നും മറ്റു പല വിദേശ നാടുകളിൽ നിന്നും ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും വലിയ സീതിക്കോയത്തങ്ങളെ സന്ദർശിക്കുവാനും അദ്ദേഹത്തിൽ നിന്ന് ആത്മീയ ശിക്ഷണം സ്വീകരിക്കുവാനുമായി മലബാറിലെത്തിയിരുന്നു. അവരെല്ലാം ഈ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഒരു കാലത്ത് മലബാറിന്റെ ആത്മീയ കേന്ദ്രമായിരുന്നു ഈ മസ്ജിദ്. കൊയിലാണ്ടിയിലെ ഐദ്രൂസ് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ബിൻ അലി ഐദ്രൂസ് തങ്ങളും വലിയ സീതിക്കോയത്തങ്ങളും ഈ പള്ളി കേന്ദ്രീകരിച്ചതോടുകൂടി അനേകം കറാമത്തുകൾക്കും ഇവിടം സാക്ഷിയായിട്ടുണ്ട്. ഈ പള്ളിയുടെ തൊട്ടുചാരത്തു തന്നെയാണ് വലിയകത്ത് മഖാം സ്ഥിതി ചെയ്യുന്നത്. മഹാനായ വലിയ സീതിക്കോയത്തങ്ങളും തന്റെ പിൻഗാമിയും പൗത്രനുമായ സയ്യിദ് അലി ബിൻ ഹുസൈനുൽ ഐദ്രൂസ് തങ്ങളും ധാരാളം സാധാത്തുക്കളും വലിയകത്ത് മഖാമിലും പരിസരത്തുമായി അന്ത്യവിശ്രമം കൊള്ളുന്നു. നീറുന്ന നൊമ്പരങ്ങളും വ്യഥകളും വേദനകളുമായി അനേകം ആളുകൾ ഈ മഖാമിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു.